സന്ദേശമാണ് ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. 31-ാം തീയതി വൈകിട്ട് പള്ളിയിൽ വന്ന് ഒരു പുതുവത്സര സന്ദേശം കേൾക്കുവാൻ സാധിക്കാതെ പോയ കുറച്ച് പേര് കാണും. രാത്രിയായതുകൊണ്ടും പ്രായാധിക്യത്തിൻ്റെയും മറ്റേ യാത്രയുടെ പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ട് 31-ാം തീയതിത്തെ ശുശ്രൂഷ നഷ്ടപ്പെട്ട ചിലർക്ക് വേണ്ടി ഒരു പുതുവത്സര ആശംസ അറിയിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ മനസ്സിൽ കരുതിയിരിക്കുന്ന കാര്യം. ഒരു ഹാപ്പി ന്യൂ ഇയർ അല്പം താമസിച്ചാണെങ്കിൽ എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഒരു പുതുവർഷ ധ്യാനത്തിന് വേണ്ടി ആണ് ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ വേദഭാഗം എവൻഗേലിയനായിട്ട് വായിച്ച് കേട്ടത്. പുരുഷാരത്തിൽ നിന്ന് ഒരാൾ യേശുവിനോട് വന്ന് എൻ്റെ അവകാശം പങ്കു ചെയ്തു തരണം എന്ന് പറയുകയാണ്. അപ്പോൾ തൻ്റെ അവകാശത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാൾ തൻ്റെ അവകാശം നഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ തനിക്ക് നീതിയായിട്ടുള്ളത് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വന്നതായിരിക്കാം. പക്ഷേ യേശു ഇത് അവനെ കണ്ടു കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ഇത് അത്യാഗ്രഹമാണ്, അല്ലാതെ വസ്തു പങ്കുവെച്ചതിൽ അവന് എന്തെങ്കിലും അന്യായം അനുഭവിച്ച ആളൊന്നുമല്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, ഒരിക്കലും അത്യാഗ്രഹങ്ങൾ നല്ലതല്ല എന്ന് പറഞ്ഞ് അവനെ മടക്കി അയക്കുന്ന ഒരു രംഗമാണ്. അന്നത്തെ കാലത്തും പിന്നെ നമ്മുടെ ഇടയിൽ പണ്ട് കാലത്തും അച്ഛന്മാർ ഒരുപാട് സിവിൽ കേസസിലൊക്കെ മധ്യസ്ഥരായി നിന്നുകൊണ്ട് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കാലത്ത് റബിമാർക്ക് അങ്ങനെ വലിയൊരു ചുമതല അല്ലെ റോള് അക്കാലത്ത് നൽകപ്പെട്ടിരുന്നു. എന്തെങ്കിലും തർക്കങ്ങൾ, വസ്തുവിനെ സംബന്ധിച്ച്, പണത്തെ സംബന്ധിച്ച്, ബന്ധങ്ങളെ സംബന്ധിച്ചൊക്കെ തർക്കങ്ങളുണ്ടെങ്കിൽ റബിമാരെ വിളിച്ച് സെറ്റിൽ ചെയ്യുന്ന ഒരു രീതി, കോടതിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ റബിമാരെ വിളിച്ച് സെറ്റിൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പണ്ടുകാലത്ത് അച്ഛന്മാര് ഒരുപാട് പേര് ഈ തർക്കങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുന്നവരായിരുന്നു. അച്ഛൻ തന്നെ ചങ്ങല കൊണ്ടുവന്ന് ഈ വലിച്ച് അളന്ന് കല്ലിട്ടൊക്കെ കൊടുത്ത് സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലം നമ്മളുടെ മധ്യത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. യേശുവോട് പറഞ്ഞു, ഇപ്പോൾ നിന്റെ കേസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് അല്പം അത്യാഗ്രഹമുള്ളൊരു കാര്യമായതുകൊണ്ട് ഈ കാര്യത്തിൽ പങ്കിടുന്നവനോ ന്യായകർത്താവോ ഞാനാകുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു അവനോടൊരു കഥ പറയുകയാണ്. ആ കഥയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ആ കഥ, ഒരു ധനികനായ മനുഷ്യന്റെ ഭൂമി നന്നായിട്ട് വിളയുന്നു. ധാരാളം അത് വിളഞ്ഞു വന്നപ്പോൾ, ഇഷ്ടം പോലെ വിളവുകൾ കിട്ടിയപ്പോൾ അവനോട് തന്നെ ചില കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ ഇത്രയും ഇത് എന്ത് ചെയ്യും? ഞാൻ എൻ്റെ കളപ്പുരകളെ പൊളിച്ച് പുതിയ പണിയും, അവയിലെല്ലാം കൂട്ടിവെക്കും. കൂട്ടിവെച്ച് അവന് ഒരു ഇന്നർ ഡയലോഗാണ്. അവൻ മറ്റാരോടും ഇതിനെക്കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യുന്നൊന്നുമില്ല. എന്നാൽ അവനോട് തന്നെ ഇരുന്ന് സ്വന്തമായിട്ട് തന്നെ പറയുകയാണ്, ഞാൻ എൻ്റെ കളപ്പുരകളെ പൊളിച്ചു പണിയും, എന്നിട്ട് ഞാനതിൽ കൂട്ടിവെക്കും, എന്നിട്ട് ഞാൻ ഇരുന്ന് എന്ത് ചെയ്യുക? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അപ്പോൾ അവൻ്റെ ആത്മാവിനോട്, അവൻ്റെ മനസ്സിനോട് അവൻ തന്നെ ഇത് സമ്പാദിക്കുകയാണ്. ഒരു ഇന്നർ ഡയലോഗ് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആളിനോട് യേശു പറയുകയാണ്, ഇന്ന് രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ ഈ ഒരുക്കി വെച്ചതൊക്കെ ആർക്കാകും എന്ന് പറയുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കഥ പറച്ചിലാണ്. പ്രത്യേകിച്ച് എൻ്റെ മുമ്പ് ഇരിക്കുന്ന കുട്ടികളും കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഇന്നൊരു കഥ പറയാൻ കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു ഒരു കഥ പറഞ്ഞു, ആ കഥയോട് ചേർത്ത് മറ്റൊരു കഥയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്ന കഥ പറയുന്ന നാളുകളാണ് ഇപ്പോഴുള്ളത് എന്നറിയാം. പല പള്ളികളിൽ ആരാധന ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വളരെ കുറവാണ്. ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കാണുന്നു എന്നുള്ളത് കൊണ്ട് അവരോട് രണ്ട് കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ പുതുവർഷത്തേക്കുള്ള ചിന്തയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് ഞാൻ പറയുന്നത്. 3 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. എന്നാൽ അച്ഛൻ എനിക്ക് തന്ന സമയം എന്ന് പറയുന്നത് അതിൽ കുറവായതുകൊണ്ട് 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ പുതുവർഷവുമായിട്ട് ബന്ധപ്പെട്ട് 2 ചിന്തകൾ ഈ ഭാഗത്ത് നിന്ന് പങ്കിടുകയാണ്.
19 വാക്യത്തിൽ നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? അവനോട് തന്നെ പറയുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നിനക്കേറിയ ആണ്ടുകൾ മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിന്റെ കാര്യം ഇങ്ങനെ ആകും. അപ്പോൾ ഇവന് നാളുകളെക്കുറിച്ച്, വരും കാലങ്ങളെക്കുറിച്ച്, പുതിയ ആണ്ടുകളെക്കുറിച്ച് ഉള്ള പ്രത്യേക ചില ചിന്തകളുള്ള ആളാണ്. ഒരു പുതുവർഷത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഭാവിയെ എങ്ങനെ കാണണം? വാട്ട് അബൌട്ട് മൈ ടുമോറോസ്? എൻ്റെ നാളുകൾ ഞാൻ എങ്ങനെ കാണണം? നാളുകളിലേക്ക് ഞാൻ എങ്ങനെ പ്രവേശിക്കണം? നാളുകളെക്കുറിച്ചുള്ള എൻ്റെ തത്വചിന്ത എന്താണ്? ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇവനെ യേശു മൂഢ എന്ന് വിളിക്കുകയാണ്. മൂഢ എന്ന് വിളിക്കുന്നു, സ്റ്റുപ്പിഡ്. നമുക്കറിയാം, യേശു ആരെയും ആക്ഷേപിക്കുന്ന ഒരാളല്ല. ആളുകളെ പ്രോത്സാഹിപ്പിക്കല്ലാതെ ആരെയും യേശു വെറുതെ ആക്ഷേപിക്കുന്ന ഒരാളല്ല. പിന്നെ ആരിൽ നന്മയുണ്ടെങ്കിലും യേശു കാണാതെ പോകുകയില്ല. നന്മ ആരിൽ എന്തുണ്ടെങ്കിലും യേശു നന്മ പറഞ്ഞിട്ട് മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സത്യം മാത്രം പറയുന്ന, സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന യേശു ഇവനെ സ്റ്റുപ്പിഡ് എന്ന് വിളിക്കണമെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട് എന്നുള്ളത്. ആ കാരണമാണ് നാളുകളെക്കുറിച്ചുള്ള അവൻ്റെ ചില ചിന്തകൾ എന്ന് പറയുന്നത്. ഇവനെ യേശു അടച്ചങ്ങ് ആക്ഷേപിക്കുകയൊന്നുമല്ല. ഒരു നന്മ അവനിലുള്ളത് യേശു കാണുന്നുണ്ട്, അല്ലേ? അവൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു എന്നുള്ളത്, നന്നായി എന്നുള്ള വാക്ക് തന്നെ അത് നന്ന്, ഗുഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഭൂമി നന്നായി വിളയിക്കുന്നതോ നന്നായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതിനോ യേശു ഒരിക്കലും നിരാകരിക്കുന്നില്ല. ദാറ്റ്സ് ഗുഡ്, അത് നല്ലതാണ്. എന്നാൽ അതിന് ശേഷം വന്ന ചില കാര്യങ്ങളാണ് അവനെ ഒരു ബുദ്ധി ഇല്ലാത്തവനാക്കി തീർത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു വലിയ വിളവെടുപ്പ് ഒരാൾക്കുണ്ടായാൽ അവർക്ക് അവാർഡുകളും പ്രശസ്തി പത്രങ്ങളും ഒക്കെ എത്ര കിട്ടിയേനെ, അല്ലേ? കർഷകോത്തമ അവാർഡ് കേരള സർക്കാരിൻ്റെത്, മലയാള മനോരമയുടെ കർഷകശ്രീയെ, പിന്നെ കാർഷിക വകുപ്പിൻ്റെ വില സമ്മാനങ്ങൾ, അത് ഇങ്ങനെ സംസ്ഥാനത്തോട് താഴോട്ട്, ജില്ല, താലൂക്ക്, ഇങ്ങനെ താഴോട്ട് വരും. അവസാനം മാർത്തോമാ സഭയുടെ കർഷകരുടെ അവാർഡ് മണ്ഡലത്തിൽ നിന്നും വാങ്ങിക്കാം, അല്ലേ? അപ്പൊ ഇത്രയും വലിയ അച്ചീവ്മെന്റ് ആണ്. അവിടെയാണ് യേശു പറയുന്നത്, നീ അല്പം കൂടെ ബുദ്ധിയുള്ളവനായിട്ട് തീരണം എന്ന് പറയുന്നു. അപ്പോൾ യേശു അവനെ ഈ വിധത്തിൽ ഒരു ബുദ്ധി പോരാത്തവനായിട്ട് കാണുന്നതിൻ്റെ 2 കാരണങ്ങൾ നാളുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് പറയുകയാണ്. ഒന്ന്, അവന്റെ വിചാരം അവൻ ഏറിയ ആണ്ടുകൾ ജീവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. He is going to live for many years. വളരെ വർഷങ്ങൾ താൻ ജീവിക്കും എന്നുള്ളൊരു ചിന്തയാണ് ഈ മനുഷ്യന് ഉണ്ടായത്. അതുകൊണ്ട് എൻ്റെ നാളുകളെ ഞാനാണ് ഉണ്ടാക്കുന്നത്, സൃഷ്ടിക്കുന്നത്. എൻ്റെ നാളുകൾ, ഭാവി വർഷങ്ങൾ എത്രയാണെന്നുള്ളത് ഞാൻ തന്നെ നിശ്ചയിക്കുക. I am the Lord of my tomorrows. എൻ്റെ ഭാവിയുടെ നാളുകളുടെ അധിപൻ ഞാനാണ്. ഞാൻ എൻ്റെ ദിവസങ്ങളെ ഉണ്ടാക്കുന്നു, എൻ്റെ ആണ്ടുകളെ സൃഷ്ടിക്കുന്നു എന്നുള്ള വിധത്തിൽ എത്ര ധൈര്യത്തോടെ, ശാന്തനായി, സ്വസ്ഥനായിട്ടാണ്, എത്ര കോൺഫിഡൻ്റ് ആണ്. അവൻ പറയുന്നു, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങണ്ട, അല്ലേ? നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, നീ വിഷാദിക്കണ്ട, ഏറിയ ആണ്ടുകൾ നീ ജീവിക്കാൻ പോകുന്നു, ഏറിയ ആണ്ടുകൾക്കുള്ളത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുക. അപ്പോൾ ജീവിതത്തിൻ്റെ അൺസർട്ടനിറ്റി എന്ന് പറയുന്നു, ജീവിതത്തിൻ്റെ ബ്രിവിറ്റി എന്ന് പറയുന്നു. ജീവിതം ക്ഷണികമാണ്, അതേത് സമയത്തും ഇല്ലാതെ പോകാവും സാധ്യതയുള്ള ഒന്നാണ് എന്നുള്ളതും കൂടെ കണക്കിലെടുക്കാതെയുള്ള ഒരു ഭാവി വീക്ഷണമാണ്. നമ്മളാരും നമ്മുടെ നാളുകളുടെ ആയുസ്സിൻ്റെ ഉടയവർ. എനിക്ക് നാളെ ഒരു ദിവസം കിട്ടുന്നുവെങ്കിൽ അത് ദൈവം തരുന്നതാണ്.
അല്ലാതെ ഞാൻ എനിക്ക് വേണ്ടി കൃഷിയിൽ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുന്ന ഒന്നല്ല. കൃഷി പോലും ദൈവം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ചിന്ത, ഞാൻ വളരെ വർഷങ്ങൾ ജീവിക്കും എന്ന് ഇന്ന് രാത്രി മരിക്കാണ്ടിരിക്കുന്നവന്റെ ചിന്തയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മനുഷ്യൻ പരിമിതികളുള്ളവനാണ് എന്ന് വേദപുസ്തകം വളരെ ശക്തമായിട്ട് നമ്മളോട് പറയുന്ന ഒരു ദൂതും കൂടെയാണ്. 103 സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്ന, ദൈവമേ നീ ഞങ്ങളുടെ പ്രകൃതി അറിയുന്നുവല്ലോ, ഞങ്ങൾ മണ്ണാകുന്നു എന്ന് നീ ഓർത്തിരിക്കുന്നു, മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, പൂ പോലെയാകുന്നു എന്നൊക്കെ വായിക്കും. അപ്പൊ ഈ ഒരു ബ്രിവിറ്റി എന്ന് പറയുന്നത് ആയുസിന്റെ ക്ഷണികത എന്ന് പറഞ്ഞതിനെ അക്കൗണ്ടിൽ എടുക്കാതെ ഉള്ള ഒരു വീക്ഷണ നാളുകളെ കുറിച്ച്. അതും കൂടി എടുക്കാതെ വരുന്നത് കൊണ്ടാണ് യേശു അവനെ മൂഢൻ എന്ന് വിളിക്കുന്നത്. ഒരു മരണവിചാരം മനസ്സിനകത്ത് ഉള്ളവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. നമുക്ക് കിട്ടിയിരിക്കുന്ന പേര് തന്നെ മർത്യൻ എന്നുള്ള പേരാണ്, മരിക്കുന്നവൻ എന്നാണ്. അപ്പോൾ നമ്മുടെ ഭാവിയിൽ നമുക്ക് ലഭിക്കുവാൻ ഇരിക്കുന്ന ഒരു വളരെ നിശ്ചയമുള്ളൊരു കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ആണ്ടുകൾക്ക് വേണ്ടി ഇങ്ങനെ ജീവിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു മൗഢ്യമാണ് ഇവിടെയുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പൊടിയാണ്, പുല്ലാണ്, അല്ലേ, പൂവാണ് എന്നൊക്കെ പറഞ്ഞു. മനുഷ്യൻ മണ്ണാകുന്നു, മണ്ണിൽ നിന്ന് അവനെ എടുത്തിരിക്കുന്നു, അല്ലേ, അവൻ മണ്ണിലേക്ക് തിരിച്ച് പോകും എന്ന് പറഞ്ഞു. അവിടെ ഞാൻ ചിലപ്പോൾ പറയും, ഈ മനുഷ്യർക്കൊക്കെ ഇടാവുന്ന ഏറ്റവും വളരെ മീനിങ് ആയിട്ടുള്ള ഒരു പേരാണ് ഈ പൊടിയൻ, പൊടിയമ്മ എന്നൊക്കെ ഉള്ളത്. നമ്മൾ ആരാണ്? നമ്മൾ പൊടിയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ വളരെ വെറും ഒരു കളിമണ്ണുകൊണ്ടുണ്ടായ ഒരു പാത്രം അല്ലെങ്കിൽ കളിമണ്ണുണ്ടായ ഒരു പ്രതിമ തട്ടിക്കളയാൻ ഇടയാകുന്നത് പോലെ എളുപ്പത്തിൽ തട്ടിക്കളയാവുന്ന ഒന്നാണ്. അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ കാണുവാൻ, ശ്രദ്ധിക്കുവാൻ എന്നുള്ളത്. ഇത് ഞാൻ പറയുന്ന സമയത്ത് ഒരു കഥ കൂടെ പറയുകയാണ്. റഷ്യൻ എഴുത്തുകാരനായിരിക്കുന്ന ടോൾസ്റ്റോയ്, അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു കഥയാണ് മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു, വാട്ട് മെൻ ലിവ് ബൈ, മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളൊരു കഥ. ആ കഥ വായിക്കുവാൻ വളരെ രസകരമായ ഒരു കഥയാണ്. ഒത്തിരി ട്വിസ്റ്റുള്ളൊരു കഥയാണ്. പക്ഷെ ആ ട്വിസ്റ്റൊക്കെ നിലനിർത്തിക്കൊണ്ട് എനിക്കത് പറയാൻ ഇന്ന് സാധിക്കുകയില്ല. സൈമൺ മട്രീന എന്ന ദമ്പതികൾ, അവർ ചെരുപ്പുകുത്തികളാണ്. വളരെ കഷ്ടിച്ച് അവരിങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്, വളരെ പ്രയാസപ്പെട്ട് കഷ്ടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഈ സൈമൺ ഒരിക്കലും പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പള്ളിക്ക് സമീപം നഗ്നനായ ഒരു മനുഷ്യനെ കാണുകയാണ്. അവനെ കണ്ട് പേടിച്ച് ഇദ്ദേഹം മുമ്പോട്ട് ഓടിപ്പോകുന്നു. സന്ധ്യാസമയത്താണ്. അപ്പോൾ ഒരു നഗ്നനായ വലിയൊരു മനുഷ്യൻ ഒരിടത്തിങ്ങനെ കിടക്കുകയാണ്. ഓടിപ്പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് നോക്കുന്നുണ്ട്. ഇയാൾ എന്ത് ചെയ്യും നോക്കുമ്പോൾ ഈ മനുഷ്യൻ ദയനീയമായി ഈ സൈമനെ നോക്കുന്നതായിട്ട് മനസ്സിലായി. അവസാനം വന്ന് ഇവനെ വിളിച്ചു കൊണ്ടുപോയി ആ നഗ്നനെ തൻ്റെ ഓവർകോട്ട് കൊടുത്ത് അദ്ദേഹത്തെ നഗ്നത മറിച്ച് വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്ന കഥയാണ്. അപ്പോൾ വീട്ടിൽ ചെന്ന സമയത്ത് ഇവനൊരു പേരൊക്കെ അവരിട്ടു. ഈ ചെറുപ്പക്കാരൻ്റെ പേരിട്ടു, മൈക്കിൾ എന്നൊരു പേരിട്ടു. ഈ വീട്ടിൽ വന്ന ഇവനും ചെരുപ്പ് കുത്താനൊക്കെ പഠിച്ച് നല്ലൊരു ചെരുപ്പ് കുത്തിയായിട്ട് മാറി. അപ്പോൾ ഇവൻ വന്നതിന് ശേഷം ഈ വീടിൻ്റെ പ്രസിദ്ധി അങ്ങ് വർദ്ധിച്ചു. ദൂരെ നിന്നൊക്കെ ആളുകൾ ചെരുപ്പുമായിട്ട് ഇവിടെ വരാറുണ്ട്. ഈ മൈക്കിൾ ചെന്നതിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ ദൂരദേശത്ത് നിന്നൊരു കുമാരൻ കുതിരപ്പുറത്ത് ഈ വീട്ടിലെ വന്നിട്ട് പ്രത്യേകതരം ഒരു ലെതർ തുകൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഷൂ ഉണ്ടാക്കാനായി. അപ്പോൾ ഈ വന്ന ആള് വലിയ കുതിരപ്പുറത്ത് വലിയ ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന വലിയൊരു മനുഷ്യനാണ്. അയാൾ വന്നിട്ട് സൈമോണ്ട് പറഞ്ഞു, എനിക്ക് ഇത് വളരെ സ്പെഷ്യലായിരിക്കുന്ന ജർമ്മൻ ലെതറാണ്. സൈമൺ ഇങ്ങനത്തെ ലെതർ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുകൊണ്ട് എനിക്ക് 1 വർഷം നിൽക്കുന്ന ബൂട്ട്സ് ഉണ്ടാക്കി തരണം. അതിനകത്ത് എന്തെങ്കിലും പാകപ്പിഴ വന്നാൽ 1 വർഷം ഇത് കേടുകൂടാതെ നിന്നില്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കും, ജയിലിലടയ്ക്കും, വേണമെങ്കിൽ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പോന്നു. ഈ ഭീഷണി കേട്ടപ്പോൾ സൈമൺ പേടിച്ച് വിറച്ച്
ഈ തുകൽ എടുക്കണ്ട എന്ന് വിചാരിച്ചു. ആ സമയത്താണ് വളരെ പുഞ്ചിരിയോടുകൂടെ ഈ മിഖായേൽ സൈമണ്ട് പറയുന്നുണ്ട്, ഈ തുകലെടുക്കാം, നമുക്കിത് പണിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ്റെ അളവൊക്കെ, കാലിൻ്റെ അളവുകളൊക്കെ ഈ മൈക്കിൾ എടുക്കുകയാണ്. എടുത്തിട്ട് ഇയാളെ തിരിച്ചു പോകുകയാണ്. തിരിച്ചു പോകുന്നതിനെക്കുറിച്ചൊക്കെ ടോൾസ്റ്റോയ് പറയുമ്പോൾ ഇയാളുടെ ആ വലിപ്പവും ധാർഷ്ട്യവും ഒക്കെ വിവരിക്കുന്ന ഒരു രീതിയിലാണ്. ദ ഹെവി ബോഡീഡ് മാൻ വെന്റ് അവേ വിത്തൗട്ട് മൈൻഡിങ് ഇറ്റ്. ഇയാൾ തിരിച്ചു പോകുന്ന സമയത്ത് ഉമ്മരപ്പടിയിൽ ഇയാളുടെ തല ഇടിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ടോൾസ്റ്റോയ് പറയുന്നത്, ദ ഹെവി ബോഡീഡ് മാൻ വെന്റ് അവേ വിത്തൗട്ട് മൈൻഡിങ് ഇറ്റ്, ഫോർ ഹി വാസ് സോ വെൽ ബിൽറ്റ് ദാറ്റ് ഇറ്റ് അപ്പിയർഡ് ആസ് ഇഫ് ഡെത്ത് ഇറ്റ് സെൽഫ് cannot touch such a rock as it. ഒരു പാറ പോലെയുള്ള മനുഷ്യൻ്റെ തല ഇടിച്ചതൊന്നും അദ്ദേഹത്തിനൊരു പ്രശ്നമേ അല്ല. ഇത്രയും വലിയൊരു ആജാനുബാഹുവായ ധിക്കാരിയായ ഒരു മനുഷ്യനാണ് അവിടെ ഇത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് തിരിച്ചേ പോകുന്നത്. ഇയാൾ പോയി കഴിയുമ്പോൾ ഈ തുകൽ വെട്ടാൻ സൈമന് പേടിയാണ്, എന്തെങ്കിലും കുഴപ്പം വന്നാൽ. അപ്പോൾ ഈ മൈക്കിൾ പറയുന്നുണ്ട്, ഞാനിത് വെട്ടാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ തുകൽ വെട്ടുകയാണ്. ബൂട്ട്സിന് വേണ്ടിയുള്ള തുകൽ ഇവൻ സ്ലിപ്പേഴ്സിന് വേണ്ടി വെട്ടുകയാണ്. അപ്പോൾ ഇത് മട്രീന കാണുന്നുണ്ട്. അപ്പോൾ മട്രീനയ്ക്ക് സംശയമുണ്ട്, ഇവൻ തെറ്റിക്കുകയാണോ. പക്ഷേ എനിക്ക് ചെരുപ്പ് കുത്തിയുടെ പണിയൊന്നും അറിയത്തില്ല, അങ്ങനെ ആയിരിക്കുമെന്ന് അവൾ വിചാരിച്ചു. അവസാനം സൈമൺ വന്ന സമയത്ത് 2 സ്ലിപ്പേഴ്സ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ബൂട്ട്സിന് പോകാൻ. അപ്പോൾ സൈമൺ ഇവിടെ മൈക്കിളിനോട് ശണ്ട കൂടുകയാണ്. ശണ്ട കൂടിക്കൊണ്ടിരുന്നപ്പോൾ വാതിൽ ഒരാൾ വന്ന് മുട്ടുകയാണ്. നോക്കിയപ്പോൾ ഒരു കുതിരക്കാരനാണ്. ആ കുതിരക്കാരൻ പറയുന്നു, ഇന്നലെ ഇവിടെ തുകൽ കൊണ്ടുവന്ന പ്രഭുവിൻ്റെ ഭാര്യ എന്നെ അയച്ചതാണ്. ആ പ്രഭു ഇന്നലെ രാത്രി മരിച്ചു. അതുകൊണ്ട് ഇനി അവന് ബൂട്ട്സിൻ്റെ ആവശ്യമില്ല, 2 സ്ലിപ്പേഴ്സ് മതി എന്ന് പറയുക. അപ്പോൾ ഈ കഥയിലെ ഈ മൈക്കിൾ എന്ന് പറയുന്ന ഒരു ദൂതനാണ്. അദ്ദേഹം പ്രത്യേക കാരണത്താൽ ഭൂമിയിൽ വന്ന ഒരാളാണ്. 1 വർഷം നിൽക്കുന്ന കേടുകൂടാത്ത ബൂട്ട്സ് എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് ധിക്കാരമായി പറയുമ്പോൾ ഈയുടെ പുറകിൽ മരണത്തിൻ്റെ ദൂതൻ നിൽക്കുന്നത് ഈ മൈക്കിൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ അന്നേരം ചിരിച്ചത്. ബൂട്ട്സ് ഉണ്ടാക്കേണ്ട ഇത് 2 സ്ലിപ്പേഴ്സായിട്ട് വെട്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ടോൾസ്റ്റോയ് പറയുന്നുണ്ട്, വാട്ട് ഈസ് നോട്ട് ഗിവൻ ടു മാൻ, മനുഷ്യന് നൽകപ്പെടാത്തത് എന്താണ്? അതോറിറ്റി ഓവർ ടുമോറോസ്, നാളുകളിലേക്കുള്ള അവൻ്റെ അധികാരമാണ് അവനില്ലാത്തത് എന്ന് പറയുക. അപ്പോൾ ജീവിതത്തിൻ്റെ വലിയൊരു പാഠം, ഒരു മനുഷ്യനും അവൻ്റെ നാളുകളുടെ അധിപനല്ല, അധികാരിയല്ല. ദൈവം തരുന്നുവെങ്കിൽ അത് പ്രാപിക്കുന്ന ഒന്നാണ്. ദൈവം അതിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നുവെങ്കിൽ പ്രവേശിക്കുന്ന ഒന്നാണ്. നാം നമ്മുടെ ജീവിതത്തിൻ്റെ നാളുകളുടെയും പുതിയ വർഷങ്ങളുടെയും അധിപതികൾ അല്ല എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടൊരു മരണവിചാരം കൂടെ കൂട്ടിച്ചേർത്ത് വേണം ജീവിത വിചാരങ്ങൾ മെനയുവാനായിട്ട്. അൺലെസ് യു ഗെറ്റ് പ്രിപ്പയർഡ് ടു ഡൈ, യു ആർ നോട്ട് പ്രിപ്പയർഡ് ടു ലിവ് എന്ന് പറയും. മരിക്കാൻ തയ്യാറാകാത്ത ഒരു മനുഷ്യൻ ഒരിക്കലും ജീവിക്കാനും കൂടെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ജീവിക്കാൻ തയ്യാറാകുന്നത് മരിക്കാൻ തയ്യാറാകുന്നതോടുകൂടെയാണ്. അതുകൊണ്ട് മരണം അല്ലെങ്കിൽ നാളുകളുടെ അനിശ്ചിതത്വം വിട്ടുകളഞ്ഞിട്ടുള്ള ഒരു നാളുകളെക്കുറിച്ചുള്ള ഒരു ജീവിത തത്വശാസ്ത്രം അത് ശരിയാകുകയില്ല എന്നുള്ളതാണ്. മരണം നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നായിരിക്കാം, എന്നാൽ ഭയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. മരണഭയമല്ല നമുക്ക് വേണ്ടത്, പിന്നെയോ മരണവിചാരം ഉണ്ടാകണം. നമ്മൾ മർത്യരാണ് എന്ന് ഞങ്ങൾ ഓർക്കേണ്ടതിന് തന്നെ ഞങ്ങൾ മരിക്കുന്നവരാണ് എന്ന് ഓർക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു സമയത്ത് വൈകിട്ടൊരു വീട്ടിൽ സന്ദർശനത്തിന് ചെന്നപ്പോൾ അമ്മ അവിടെ ഈ വീടിന് ചുറ്റുമിട്ട് മൂത്ത മോനെ ഓടിച്ചുകൊണ്ടിരിക്കുക. മൂത്ത മോനെ വീടിന് ചുറ്റും വൈകിട്ടാണ് ഈ ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇവനെ ഓടിക്കുന്നത്? അപ്പോൾ അവനെ അടിക്കാൻ ഓടിക്കുന്നത് എന്തിനാണെന്നറിയാമോ? വൈകിട്ട്
കുടുംബപ്രാർത്ഥന നടത്താൻ പറഞ്ഞപ്പോൾ ഇവൻ സമയമാരഹത്തിലുള്ള പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ അമ്മ പറമ്പിൽ നിൽക്കുന്നതുകൊണ്ട് അത് കേട്ടു. അവിടെ കിടന്ന് വിളിച്ച് പറയലാ പാടല്ലേ പാടല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൻ കേൾക്കുന്നൊന്നുമില്ല. അവിടെ നിന്ന് പറമ്പിൽ നിന്ന് കയറി വന്ന് ബന്ധപ്പെട്ട് വന്ന് ഇവനെ ഓടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇവൻ ഇന്ന് വല്ലതും വരുത്തി കൂട്ടുമെന്ന് പറഞ്ഞു. ഇന്ന് വീട്ടിൽ വല്ലതും വരുത്തി കൂട്ടും. കാരണം സമയമാരഹത്തിലുള്ള പാട്ടാണ് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പാടുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഭയമാണത് പാടാനും കൂടെ അല്ലേ. സന്ധ്യയ്ക്ക് അങ്ങനെ പാടാൻ കഴിയുന്ന വീടുകളൊക്കെ ധൈര്യമുള്ള വീടുകളാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ധൈര്യമൊക്കെ നമ്മുടെ അപ്പന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് വിട്ടുകളയുന്നില്ല. എൻ്റെ പിതാവൊക്കെ പ്രാർത്ഥിച്ചാൽ കേട്ടുണ്ട്, കർത്താവേ ഈ രാത്രി നിൻ്റെ വരവോ ഞങ്ങളുടെ മരണമോ ആയാൽ എന്ന് പ്രാർത്ഥിച്ചിട്ടേ കിടക്കത്തുള്ളായിരുന്നു. അപ്പോൾ മരണവിചാരത്തെ കൂടെ ചേർത്തുകൊണ്ട് ജീവിത വിചാരങ്ങൾ കെട്ടുപണിയാൻ സാധിക്കും. അല്ലാത്തവരൊക്കെ ബുദ്ധിയില്ലാത്തവരാണ്. ജീവിതത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് അതും കൂടെ ചേർക്കുന്നതാണ്. യാക്കോബ് അപ്പോസ്തലൻ ഉയരത്തു നിന്നുള്ള ജ്ഞാനത്തെക്കുറിച്ചൊക്കെ പറയുന്ന ആളാണ്. അദ്ദേഹം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ 4-ാം അധ്യായം അവിടെ പറയുന്നുണ്ട്, 13-ാം വാക്യം, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ ഇത് കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. നിനക്ക് ഏറിയ ആണ്ടുകളുണ്ട് എന്ന് പറയുന്നതല്ല. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ നാളെ ഞാൻ ഇന്നത് ചെയ്യും, ഞാൻ നാളെ ജീവിക്കും, ദൈവം തരുന്നുവെങ്കിൽ വാങ്ങും. അപ്പോൾ ആയുസ്സിൻ്റെ അനിശ്ചിതത്വങ്ങളെക്കുറിച്ചുള്ള വിചാരത്തോടുകൂടെ ആയുസ്സിനെ മനസ്സിലാക്കുവാൻ, പുതിയ വർഷങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഏറെ ആണ്ടുകൾ താൻ ജീവിക്കുമെന്ന് കരുതുന്നവൻ ഇന്ന് രാത്രി മരിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇവനെ മൂഢനെന്ന് വിളിക്കുന്നതിൻ്റെ കാരണം, അവൻ വിചാരിച്ചു എൻ്റെ നാളുകൾ എൻ്റെ വിഭവങ്ങൾ കൊണ്ട് ഭദ്രമാണ് എന്ന് വിചാരിച്ചു. മൈ ടുമോറോസ് ആർ സെക്യൂർ ബിക്കോസ് ഓഫ് മൈ റിസോഴ്സസ്. എൻ്റെ വിഭവങ്ങൾ കൊണ്ട് എൻ്റെ നാളുകൾ ഭദ്രമാണ്. ഐ ആം സേഫ്. അവൻ അവൻ്റെ ആത്മാവിനോട് പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഏറിയ ആണ്ടുകൾക്കുള്ള വസ്തുവകകൾ ഞാൻ സമ്പാദിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇത് ഭയങ്കര കോൺഫിഡൻസാണ് അല്ലേ, ഭയങ്കര ആത്മവിശ്വാസമാണ്. എൻ്റെ വസ്തുവകകൾ ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് നാളുകളെ എൻ്റെ ജീവിതത്തെ ഭദ്രമാക്കുന്നു, അത് സമൃദ്ധമാക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്തും അല്പം ഫൂളിഷ്നെസ് ഉണ്ട്. നാളുകൾ കരുതരുതെന്നോ മാറ്റിവെക്കരുതെന്നോ ബുദ്ധിപൂർവ്വം ചെയ്യരുതെന്നോ ഒന്നും അല്ല യേശു പറയും. എന്നാൽ എൻ്റെ വിഭവങ്ങൾ മാത്രം മതി, എൻ്റെ വിഭവങ്ങൾ കൊണ്ട് ഞാൻ നാളെ ജീവിക്കും എന്നുള്ള കാഴ്ചപ്പാട്. നമ്മുടെ വിഭവങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ നാളെ ജീവിക്കും, അതുപോലെ ഉണ്ട് എന്നുള്ള ചിന്ത നമുക്ക് പാടില്ലാത്ത ഒന്നാണ്. അപ്പോൾ ഇത് ജീവിതത്തിലെ മറ്റൊരു തെറ്റാണ്. ആര് പറഞ്ഞു നമ്മുടെ വിഭവങ്ങളെ നമ്മളുടെ നാളുകൾക്ക് പ്രയോജനപ്പെടൂ എന്ന്? നമുക്കുള്ള വിഭവങ്ങൾ മാത്രം കൊണ്ട് നാളെ ജീവിക്കുമെന്ന് ആരാണ് പറഞ്ഞത്? ഓർക്കുക, എൻ്റെ വിഭവങ്ങൾ മാത്രമല്ല, എൻ്റെ അയൽക്കാരൻ്റെയും ഈ ലോകത്തെ മറ്റു മനുഷ്യരുടെയും സഹായങ്ങളും വിഭവങ്ങളും ചിലപ്പോൾ എനിക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ജീവിക്കും എന്നുള്ളത്. നമുക്കറിയാമല്ലോ, എല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ പറയുമെന്ന് വെച്ചു തരാൻ ആളില്ല, ഒരു വേലക്കാരെ കിട്ടാൻ പ്രയാസമാണെന്ന് നമ്മൾ പരാതി പറയും. അപ്പോൾ ചില ആളുകൾ നമ്മളുടെ സമൃദ്ധിയുടെ മധ്യത്തിലും നമുക്ക് ജീവിക്കണമെങ്കിൽ ആവശ്യമാണ് എപ്പോഴും.
ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ മറ്റുള്ളവരുടെ ഭക്ഷണമാണ് നമുക്ക് നിലനിർത്തുന്നത്. ഇപ്പം പ്രളയമൊക്കെ വന്നപ്പം കണ്ടായിരുന്നില്ല, പ്രളയമൊക്കെ വന്നപ്പോൾ വീട്ടിലെല്ലാം ഉണ്ട്, പക്ഷെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചണിൽ പോയി കഴിക്കേണ്ടി വന്നു, അല്ലേ? മറ്റുള്ളവരുടെ ഭക്ഷണം, അല്ലെ അയൽ വീടുകളിൽ മറ്റു വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കേണ്ടി വന്നു. വീട്ടിൽ ഇഷ്ടംപോലെ വസ്ത്രങ്ങളുണ്ടെങ്കിലും വേറൊരു പാവപ്പെട്ടവൻ്റെ വസ്ത്രം ഒരു ദിവസം വാങ്ങേണ്ടി വന്നു ഉടുക്കാനായിട്ട്. അപ്പോൾ മനുഷ്യനെന്ന് പറയുന്ന അവൻ നാളുകൾ ജീവിക്കുന്നത് അവൻ്റെ സ്വന്തം കൊണ്ട് മാത്രമൊന്നുമല്ല, എത്ര ഉണ്ടായാലും അവൻ്റെ സ്വന്തം കൊണ്ട് മാത്രമല്ല. പോകുന്ന വഴിക്ക് കാറിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി, അവിടെ അല്പം ഒരു മുറിവൊക്കെ ഉണ്ടായി. വെള്ളം കുടിക്കണമെന്ന് തോന്നിയപ്പോൾ അതിലേ വന്ന ബൈക്കുകാരനാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അല്ല, അവൻ്റെ കുപ്പിയിൽ നിന്നുള്ള വെള്ളമാണ് കിട്ടിയത്. ആര് പറഞ്ഞു ജീവിതമെന്ന് പറയുന്നത് നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്? അല്ല, മറ്റനേകരുടെ അനുഗ്രഹങ്ങളും വിഭവങ്ങളും കൂടെ നമുക്ക് ആവശ്യമാണ്. ഇവൻ പറയുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഏറിയ ആണ്ടുകൾ തിന്നാൻ, കുടിക്കാൻ, ആനന്ദിക്കാനായിട്ടുണ്ട്. ഈ തിന്നുമെന്നൊക്കെ ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു ഒന്നും തിന്നരുത് എന്ന് പറഞ്ഞു, അല്ലേ? ഡോക്ടർ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഒന്നും കഴിക്കാൻ പാടില്ല. അവിടെ എല്ലാം കൂട്ടിയല്ല ഇരിപ്പുണ്ട്, അല്ലേ? നമ്മൾ പറയാണ് എനിക്ക് ഇങ്ങനെ തിന്നാൻ ഇഷ്ടം പോലെ തിന്നുമെന്നൊക്കെ പറഞ്ഞു. ആര് പറഞ്ഞു തിന്നുമെന്ന്? ആര് പറഞ്ഞു കുടിക്കുമെന്ന്? ആര് പറഞ്ഞു നിന്റെ വിഭവങ്ങൾ മാത്രം മതിയെന്ന്? ആര് പറഞ്ഞു? നീ സമ്പാദിച്ചതൊക്കെ തീരാൻ ഒരു നല്ല രോഗം വന്നാൽ മതിയല്ലോ. ഇതൊക്കെ ഓർക്കുന്ന മനുഷ്യനാണ് നാളുകൾ നല്ലതായിട്ട് ജീവിക്കാനായിട്ട് പോകുന്നത്. മറ്റുള്ളവരുടെയും വിഭവങ്ങളും സഹായങ്ങളും ഒക്കെ ലഭിക്കുന്ന സമയത്താണ് ജീവിതത്തെ അത് അനുഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കും. നമ്മുടെ വിഭവങ്ങൾ ഒരു ദുരിതമായി മാറുകയില്ല എന്ന് ആര് കണ്ടു? നമ്മുടെ വിഭവങ്ങൾ ഒരു ഭാരമായി തീരുകയില്ല എന്ന് ആര് കണ്ടു? അതൊക്കെ നമുക്ക് വരുത്താവുന്ന ഒരുപാട് ദുരിതങ്ങൾ വേറെയുണ്ട്. ഒന്നും പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. അവിടെ നമുക്കുള്ളത് മാത്രമൊന്നുമല്ല നമ്മളെ ജീവിപ്പിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ സ്നേഹവും കരുതലും, അനേകരുടെ വിഭവങ്ങൾ ചില സമയങ്ങളിലെങ്കിലും എല്ലാം ഉള്ള എനിക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ, അല്ലേ, പണത്തിനെല്ലാം വാങ്ങാൻ സാധിക്കും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. എന്നാൽ പണത്തിനല്ല, ദൈവത്തിന് മാത്രമേ എല്ലാം തരാനായിട്ട് സാധിക്കുകയുള്ളൂ. മണി ക്യാൻ ബൈ ബെഡ് എന്നൊക്കെ പറയും. പണമുണ്ടെങ്കിൽ നല്ല ബെഡ് വാങ്ങിക്കാം, അല്ലേ? ഭയങ്കര ഇത്ര ഉയരമുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ബെഡ് വാങ്ങിക്കാം. മണി ക്യാൻ ബൈ ബെഡ് ബട്ട് നോട്ട് സ്ലീപ്പ്. പക്ഷെ ഉറക്കം വാങ്ങിക്കാനായിട്ടൊക്കെ. അപ്പോൾ ഉറക്കം തരുന്നത് ദൈവമാണ്. തൻ്റെ പ്രിയനോ അവന് ഉറക്കം കൊടുക്കും. നമുക്ക് ബെഡ് വാങ്ങിക്കാം, പക്ഷെങ്കിൽ ഉറക്കം വാങ്ങിക്കാനായിട്ട് സാധിക്കും. മണി ക്യാൻ ബൈ മെഡിസിൻസ് ബട്ട് നോട്ട് ഹെൽത്ത് എന്ന് പറയും. മരുന്നുകളൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കാം, എന്നാൽ ആരോഗ്യം വാങ്ങിക്കുന്നതിനൊക്കെ അത് ദൈവം തരണം. മണി ക്യാൻ ബൈ ബുക്സ് നോട്ട് ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ ഇൻ്റലക്റ്റ്. നമുക്ക് ബുദ്ധി വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മനുഷ്യൻ്റെ വിഭവങ്ങൾ മാത്രമല്ല, ദൈവം കൂടെ തരുന്നതാണ്. അപ്പോൾ മറ്റ് മനുഷ്യരും ദൈവം കൂടെ ആഡ് ചെയ്യുന്ന അനുഗ്രഹങ്ങളാലാണ് നമ്മളുടെ പുതിയ വർഷങ്ങളും നാളുകളും ഒക്കെ മുമ്പോട്ട് പോകും. ഞാനൊരു പട്ടണ ഇടവകയിൽ ഇരിക്കുന്ന കാലത്ത് പള്ളിയിൽ വരാത്ത ഒരാളുണ്ട്. പള്ളിയിൽ വരാത്ത ഒരാളോട് ഞാൻ ചോദിച്ചു, എന്താ പള്ളിയിൽ വരാത്ത? ഒരു ഫാക്ടറി ജോലിക്കാരനാണ്. അപ്പം എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ വീടിനെ പുലർത്തണമെങ്കിൽ എനിക്കെന്നും ഓവർ ടൈം ചെയ്തെങ്കിലേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, മക്കളെ വളർത്താൻ എന്നും ഓവർ ടൈം ചെയ്തെങ്കിലേ സാധിക്കുകയുള്ളൂ. അത് വാസ്തവമാണ്. അതുപോലെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഓവർ ടൈം ചെയ്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് പള്ളിയിൽ വരാൻ ഒരിക്കലും സാധിക്കുന്നില്ല. ഒരർത്ഥത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ട മനുഷ്യനാണ്. ഇത്രയും കുടുംബത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം.
പക്ഷെങ്കിൽ അവിടെ അയാൾക്കും തെറ്റുപറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഓവർ ടൈം ചെയ്യുന്നത് കൊണ്ട് കൂടെയാണ് എൻ്റെ വീട് ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവരുടെ മക്കളും ഭാര്യയും ഒക്കെ ജീവിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിനും അതിനകത്തൊരു വലിയ റോളുണ്ട് എന്നുള്ളത് ഓർക്കാൻ സാധിക്കുക എന്നുള്ളത്. ഈ രണ്ടാമത്തെ കാര്യമാണ് ടോൾസ്റ്റോയുടെ കഥയിൽ പറയുന്നത്. വാട്ട് മെൻ ലീവ് ബൈ, മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കഥയിലെ പറയുന്നത്. ഈ മൈക്കിൾ സൈമൻ്റെ വീട്ടിൽ വന്നിട്ട് 6 വർഷം കഴിഞ്ഞു. 6 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ചെരുപ്പ് കുത്തിക്കൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ 2 കുട്ടികളോടുകൂടെ അവിടേക്ക് കയറി വന്നു. സാധാരണ ആര് വന്നാലും ഈ മൈക്കിള് തല ഉയർത്തി നോക്കാറില്ല. എന്നാൽ ഇവർ വന്നപ്പോൾ ഒന്ന് നോക്കി. അപ്പോൾ ഈ സ്ത്രീയും 2 പെൺകുട്ടികളുമാണ്, അവരെ ഇരട്ട കുട്ടികളാണ്. അവർ കയറി വന്നു. ഒരു കുട്ടിക്ക് കാല് നടക്കുന്നതിന് അല്പം സ്വാധീനക്കുറവുണ്ട്. അപ്പോൾ ഇവരിവിടെ വന്ന് സൈമണ് ചെരുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ അവരുടെ ജീവിതമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരുടെ കഥയൊക്കെ ഈ സൈമനോട് പറയുന്നത് ഈ മിക്കായേൽ കേൾക്കുക. എന്നിട്ട് ചെരുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ചുപോയി. തിരിച്ചു പോയപ്പോൾ സൈമൺ ജോലി വിട്ട് എഴുന്നേറ്റിട്ട് സൈമനോടും മട്രീനോടും പറഞ്ഞു, എനിക്കിനിയും പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നീ എവിടെ പോകുകയാണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ഒരു മാലാഖയായിരുന്നു. എന്നെ ദൈവം ഒരു പ്രത്യേക കാര്യത്തിന് ശിക്ഷിച്ച് ലോകത്തിലേക്ക് അയച്ചതാണ്. ജീവിതത്തെക്കുറിച്ച് ചില പാഠങ്ങൾ പഠിക്കാൻ ദൈവം ലോകത്തിലേക്ക് എന്നെ ശിക്ഷിച്ച് അയച്ചതാണ്. ഇപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു, എനിക്ക് തിരിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്താണത്? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഒരിക്കൽ ഒരു സ്ത്രീയുടെ ജീവൻ എടുക്കാനായിട്ട് ദൈവം എന്നെ അയച്ചു. ആ സ്ത്രീയുടെ ജീവൻ എടുക്കാൻ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഈ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചിട്ട് 3 ദിവസമായതേ ഉള്ളൂ. അദ്ദേഹം ഒരു മരം വെട്ടുകാരനായിരുന്നു. മരിച്ചിട്ട് 3 ദിവസമായി. ഈ സ്ത്രീ പ്രസവിച്ച് കിടക്കുകയാണ്, 2 കുട്ടികൾ, പെൺകുട്ടികൾ, ഇരട്ടക്കുട്ടികൾ. അപ്പോൾ ഇവളുടെ പ്രാണൻ എടുക്കാനാണ് ദൈവം ഈ ദൂതനെ മിക്കായേലിനെ അയച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, ഇവിടുത്തെ സ്ഥിതി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മിക്കായേലിൻ്റെ ഉള്ള് നൊന്തു. അപ്പൻ മരിച്ചിട്ട് 3 ദിവസം ഈ അമ്മയെ കൂടെ എടുത്തുകൊണ്ട് പോയാൽ, ഈ അമ്മയുടെ പ്രാണൻ കൂടെ എടുത്താൽ ഈ 2 പെൺകുട്ടികൾക്ക് ആരുണ്ടാകും? അതുകൊണ്ട് പ്രാണൻ എടുക്കാതെ ഇവൻ തിരിച്ച് ദൈവത്തിൻ്റെ അടുത്ത് നിന്നിട്ട് പറയുകയാണ്, ചിൽഡ്രൻ കനോട്ട് ലീവ് വിത്തൗട്ട് ഫാദർ ഓർ മദർ. ഓ ഗോഡ്, ദൈവമേ, അപ്പനും അമ്മയും ഇല്ലാതെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വളരുന്നത്? ചിൽഡ്രൻ കനോട്ട് ലിവ് വിത്തൗട്ട് ഫാദർ ഓർ മദർ. അപ്പനും അമ്മയും ഇല്ലാതെ കുഞ്ഞുങ്ങൾക്ക് വളരാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ദൈവത്തോട് ഇത് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ജീവിതത്തിൻ്റെ ചില തത്വങ്ങൾ പഠിക്കുന്നത് വരെ നീ മനുഷ്യനായിട്ട് ഭൂമിയിൽ ഉഴന്ന് നടക്കുക. ചിറക് 2 വെട്ടി ഈ മാലാഖയെ ഭൂമിയിലേക്ക് അയച്ചതിനെയാണ് ആദ്യം സൈമൺ കണ്ട് വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയത്. ഇപ്പോൾ ഈ സ്ത്രീ ഒരു സ്ത്രീ 2 കുട്ടികളുമായിട്ട് വന്നപ്പോൾ അന്നേത് സ്ത്രീയുടെ പ്രാണനാണോ എടുക്കാൻ ദൈവം വിട്ട് അവളുടെ അടുത്ത് കിടന്ന 2 കുട്ടികൾ മറ്റൊരു സ്ത്രീ വളർത്തുകയാണ്. വളർത്തിക്കൊണ്ട് ഇന്നവർ 6 വയസ്സുള്ള 2 ചുണക്കുട്ടികളായി, പെൺകുട്ടികളായി. ഈ അമ്മ മരിക്കുന്ന സമയത്ത് വേദന കൊണ്ട് അമ്മ ഉരുണ്ട സമയത്ത് ഒരു കുട്ടിയുടെ കാലിലോട്ടാണ് വീണേ. അതുകൊണ്ട് ആ കുട്ടിയുടെ കാലിന് അല്പം തളർച്ചയുണ്ടായി. ഈ 2 കുട്ടികളുമായിട്ട് വന്നിരിക്കുകയാണ്. സൈമൺ കണ്ടു, ചിൽഡ്രൻ കനോട്ട് ലീവ് വിത്തൗട്ട് ഫാദർ ഓർ മദർ. ഓ ഗോഡ്, ദൈവമേ, കുഞ്ഞുങ്ങൾക്ക് അപ്പനും അമ്മയും ഇല്ലാതെ എങ്ങനെ ജീവിക്കൂ എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ സുന്ദരി കുട്ടികളായി മറ്റൊരു സ്ത്രീയോടുകൂടെ ഇന്ന് ഈ കടയിലേക്ക് കയറി വന്നത് കണ്ടപ്പോൾ അവൻ ജീവിതത്തിൻ്റെ വലിയൊരു പാഠം പഠിക്കുകയാണ്. അവൻ പറഞ്ഞു, വൺ ക്യാൻ ലീവ് വിത്തൗട്ട് ഫാദർ ഓർ മദർ, ബട്ട് വൺ കനോട്ട് ലിവ് വിത്തൗട്ട് ഗോഡ്.
അപ്പനും അമ്മയും ഇല്ലെങ്കിലും കുഞ്ഞുങ്ങൾ ജീവിക്കും, ദൈവമില്ലെങ്കിൽ ജീവിക്കുകയല്ല. തിരിച്ചു പറഞ്ഞാൽ, അപ്പനും അമ്മയും ഇല്ലെങ്കിലും ദൈവമുണ്ട് എങ്കിൽ കുഞ്ഞുങ്ങൾ ജീവിക്കും. ദൈവത്തെക്കുറിച്ചുള്ള ഈ വലിയ പാഠം നാളുകൾ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ച ദൂതൻ ഇന്ന് മനസ്സിലാക്കുകയാണ്. അപ്പനും അമ്മയും ഒന്നും അത്യാവശ്യമല്ല, ദൈവമുണ്ട് എങ്കിൽ കുഞ്ഞുങ്ങളെ ജീവിക്കും. പല വീടുകളിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് അവരെല്ലാം ജീവിച്ചിട്ടുണ്ട്. ദൈവമുണ്ട് എങ്കിൽ അപ്പനും അമ്മയും ഇല്ലെങ്കിലും ജീവിക്കും, ദൈവമില്ലെങ്കിൽ അപ്പനും അമ്മയും ഉണ്ടെങ്കിലും ജീവിക്കുകയില്ല. ആരുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ ജീവിക്കുകയില്ല. എൻ്റെ മദ്രാസ് മാർത്തോമായുടെ പേരിരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിന് രോഗം വന്ന് വളരെ വളരെ സീരിയസ് ആയിട്ട് മരിക്കുകയാണ്. ആ കുടുംബത്തിൽ അപ്പനും അമ്മയും ഡോക്ടേഴ്സാണ്. 12 ഡോക്ടർമാർ ആ വീട്ടിനകത്തുണ്ട്. 12 ഡോക്ടർമാരുടെ മധ്യത്തിൽ ഈ കുഞ്ഞ് മരിക്കുകയാണ്. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ജീവിക്കണമെന്നില്ല. ആരില്ല എന്ന് പറഞ്ഞാലും ജീവിക്കാനായിട്ട് സാധിക്കും. ഏറിയ ആണ്ടുകൾ എൻ്റെ വിഭവങ്ങൾ കൊണ്ട് ഞാൻ ജീവിക്കുമെന്ന് പറയുന്നവൻ ഓർക്കുക, ഈ വിഭവങ്ങൾ തന്നെ ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ ഭൂമിയിൽ, ദൈവം കൊടുത്ത കാലാവസ്ഥയിൽ ദൈവം മുളപ്പിച്ചതിനെ അവനെ അവൻ്റേതായിട്ട് കണക്കാക്കുകയാണ്. ദൈവമില്ല എങ്കിൽ ജീവിക്കുന്നില്ല. അതുകൊണ്ട് ഇത് നമുക്ക് എപ്പോഴും ഓർക്കാനായിട്ട് സാധിക്കണം. നമ്മൾ ജീവിക്കുന്നത് ദൈവത്താലാണ്. എൻ്റെ നാളുകൾ ദൈവത്തിൻ്റെതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാളെയെ കൊണ്ടൻ മനസ്സിൽ ലേശ ഭാരമില്ല. നാളെയെ കൊണ്ടൻ മനസ്സിൽ ലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമേ കൈകൾ ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ. ആരുമെനിക്കില്ലെന്നോ